വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞോ? അതെ, അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞ അച്ഛൻ എൻ്റെ അപ്പനാ. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഞാനായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തണ്ട. അച്ഛൻ്റെ അമ്മയ്ക്ക് ഇന്നിപ്പോൾ ബ്ലഡ് ക്യാൻസർ ആയിട്ട് ആശ്രമിച്ചിട്ട് ആണ്. ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം പിരിഞ്ഞെങ്കിലും ഇനിയും പൈസ വേണം. 5 ലക്ഷത്തോളം രൂപ വേണം അച്ഛൻ്റെ അമ്മനെ ഇവിടെ നിന്ന് ഇറക്കാനായിട്ട്. അപ്പോൾ ആളുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല. ചികിത്സക്കായിട്ട് പൈസ ഇട്ട് തന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും പറയണത് ആ കിട്ടിയ ഫണ്ട് കൊണ്ട് കല്യാണം കഴിച്ചാന്നല്ലേ. കുളം ക്ഷേത്രത്തിൽ ഒരു കല്യാണം നടക്കുമ്പോൾ മാക്സിമം ഒരു 6000 രൂപയാണ് ചിലവുള്ളത്. അതിനിപ്പോൾ നമ്മുടെ ചികിത്സാ സഹായ ഫണ്ടിൽ നിന്നിട്ട് കല്യാണം കഴിക്കുന്നത് പെട്ടെന്നാണ് അറിയുന്നത് കല്യാണം കഴിക്കുന്നത്. അച്ചായനെ അറിയാത്തതായിട്ട് ആരും ഇപ്പോൾ ഉണ്ടായിരിക്കത്തില്ല. കാരണം തൊപ്പിയുടെ കൂടെ തന്നെ നടന്ന് ഞാനിങ്ങനെ ഫേമസ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇവരുടെ കല്യാണത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഒരുപാട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലത്തുള്ള ഒരു വീഡിയോ വെളിയിൽ വരുന്നത്. ഇതേ കണക്കുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, താനുണ്ടെങ്കിൽ ഇതേ കണക്ക് അച്ചായൻ്റെ മോളെന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തോന്നുന്നുണ്ടെങ്കിൽ ആ കുട്ടിയും പറയുന്നത് അതെ ഞാൻ തന്നെയാണ്. ആ കുട്ടി നിങ്ങൾക്ക് എന്തെങ്കിലും വേണം, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങളെ കാര്യം നോക്കി പോകാൻ ആ കുട്ടി അങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിരിക്കുന്ന അതേ സമയത്താണ് ഇപ്പോൾ വേറൊരു ഇൻ്റർവ്യൂ ഇതേ കണക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടെ തന്നെ അതേ സമയത്ത് പഴയൊരു വീഡിയോ ഇതായിട്ട് കണക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ അച്ചായൻ്റെ അമ്മയ്ക്കുണ്ട് ഈ വെയ്യാതായി ആശുപത്രി കിടക്കുന്ന ഒരു സംഭവം വന്നത്. ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ അടുത്ത് പൈസ ചോദിക്കുകയും അങ്ങനെ ധനസഹായമൊക്കെ കിട്ടുകയും ചെയ്തായിരുന്നു. ആ സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കണ്ടാണൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്തുണ്ട് ഈ BMW ഒക്കെ വാങ്ങാനുള്ള പൈസ പെട്ടെന്ന് എവിടെ നിന്ന് വന്നെന്നുള്ളൊരു കാര്യം അറിയത്തില്ല. ഒരുപാട് പേരെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ അമ്മയ്ക്ക് കൊടുത്ത ചികിത്സയ്ക്കുള്ള പൈസ ഉണ്ടെങ്കിൽ എവ എടുത്ത് ഉപയോഗിച്ചു എന്നുള്ളൊരു കാര്യമാണ്. അതേ സമയത്തുണ്ട് ഈ ഇൻ്റർവ്യൂവിൽ വരുന്ന പറഞ്ഞൊരു കാര്യം, ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ബൈക്കും അതോടെ തന്നെ ഈ BMW അങ്ങനത്തുള്ള കാറൊക്കെ എടുക്കുക എവിടുന്ന് പൈസ വരുന്നു എന്നുള്ളൊരു കാര്യം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ തൻ്റെ അമ്മയ്ക്ക് വന്ന ചികിത്സാ പൈസ ഇന്നെടുത്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ അതൊന്നും താൻ സമ്മതിക്കുന്നില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ അതോടെ തന്നെ അമ്പലത്തിൽ വെച്ച് നടത്താൻ അതിന് മാത്രമൊന്നും പൈസയുടെ ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്, അല്ലാതെ വേറെ ഒരു രീതിയിൽ വന്ന പൈസയല്ലെന്നാണ് അച്ചായൻ പറയുന്നത്.